തൃശൂരിൽ നിക്ഷേപ തട്ടിപ്പ് നടത്തിയ സേഫ് ആൻഡ് സ്ട്രോങ് കമ്പനി ചെയർമാൻ പ്രവീൺ റാണയ്ക്കെതിരെ കോൺഗ്രസിന്റെ പ്രതിഷേധം. തൃശൂർ അരിമ്പൂരിലെ റാണാസ് റിസോർട്ട് കോൺഗ്രസുകാർ പൂട്ടി. റാണ വാടകയ്ക്കെടുത്ത റിസോർട്ട് സ്വന്തമാണെന്ന് തിരിച്ചറിയിച്ചാണ് നിക്ഷേപകർ സ്വരൂപിച്ചത്. വിശദാംശങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു തൃശൂരിൽ നിന്നും. അനീഷ, വലിയ രീതിയിലുള്ള നിക്ഷേപ തട്ടിപ്പാണ് ഈ പ്രവീൺ റാണ നടത്തിയത്. അത് വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്കും ഇടയാക്കി. ഇയാൾക്ക് പല ഉന്നത ബന്ധങ്ങളും ഉണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ഈ റിസോർട്ടിലേക്ക് മാർച്ച് നടത്തുന്ന സാഹചര്യമാണ് ഉള്ളത്. എന്താണ് തൃശ്ശൂരിൽ സംഭവിക്കുന്നത്? അജി, ഇന്ന് രാവിലെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ അരിമ്പൂരിലെ റിസോർട്ടിലേക്ക് മാർച്ച് നടത്തിയത്. ഈ റിസോർട്ട് യഥാർത്ഥത്തിൽ പ്രവീൺ റാണയുടേതല്ല. പ്രവീൺ റാണ ഒളരി സ്വദേശികളായ 4 പേരിൽ നിന്നും വാടകയ്ക്കെടുത്താണ്. ഈ 4 പേരാണ് യഥാർത്ഥത്തിൽ ഈ റിസോർട്ടിന്റെ ഉടമകൾ. ഒരു 15 മാസം, ഏകദേശം 15 മാസം മുൻപ് ഈ പ്രവീൺ റാണ ഈ ഉടമകളായ, യഥാർത്ഥത്തിൽ ഈ റിസോർട്ടിന്റെ ഉടമകളായ 4 പേരെ സമീപിക്കുകയും ഈ റിസോർട്ട് തനിക്ക് വേണമെന്ന് ആവശ്യപ്പെട്ട് അന്ന് 6.5 കോടി രൂപ വില പറഞ്ഞുറപ്പിക്കുകയും ചെയ്തു. അതേസമയം ഈ റിസോർട്ട് വാങ്ങാനായി അവർക്ക് നൽകുന്ന ഈ 6.5 കോടി രൂപ തന്റെ സേഫ് ആൻഡ് സ്ട്രോങ് കമ്പനിയിൽ നിക്ഷേപിക്കണമെന്നും ഉടമകളോട് അന്ന് ഈ പ്രവീൺ റാണ ആവശ്യപ്പെടുകയുണ്ടായി. എന്നാൽ ഉടമകൾ അതിനെ വിസമ്മതിച്ചു. അതോടെ ആ കച്ചവടം മുടങ്ങുകയാണ് ഉണ്ടായത്. തുടർന്ന് വീണ്ടും പ്രവീൺ റാണ ഈ റിസോർട്ട് ഉടമകളോട് ഈ റിസോർട്ട് തനിക്ക് വാടകയ്ക്ക് നൽകണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടതിന്റെ ഫലമായി ഉടമകൾ അതിന് വഴങ്ങുകയും ചെയ്തു. അങ്ങനെ 15 മാസം മുൻപ് മാസം 1,15,000 രൂപ നിരക്കിൽ ഈ റിസോർട്ട് പ്രവീൺ റാണ വാടകയ്ക്കെടുത്തതിന് ശേഷം ഈ റിസോർട്ടിന്റെ പേര് റാണാസ് റിസോർട്ട് എന്നാക്കുകയും ചെയ്തു. എന്നാൽ ഈ 15 മാസം മുൻപ് ഈ റിസോർട്ട് വാടകയ്ക്കെടുത്തിൽ ആകെ 1 മാസം മാത്രമാണ് പ്രവീൺ റാണ ഈ ഉടമകൾക്ക് വാടക നൽകിയത്. മറ്റ് 14 മാസവും വാടക നൽകാതെ ഈ ഹോട്ടൽ റിസോർട്ട് ഉടമകളെയും ഈ റാണ വഞ്ചിച്ചിരിക്കുകയാണ്. ഈ റിസോർട്ട് തന്റേതാണെന്ന് കാണിച്ച് ഈ വരുന്ന നിക്ഷേപകരിൽ നിന്നും പണം സ്വീകരിക്കാൻ വേണ്ടിയാണ് പ്രവീൺ റാണ ഇത്തരത്തിൽ ഈ റിസോർട്ട് തന്റേതാണെന്ന് പറഞ്ഞ് പരത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു. ഈ റിസോർട്ടിന്റെ പേരും റാണാസ് റിസോർട്ട് എന്നാക്കുകയും ചെയ്തു. ഇത്തരത്തിൽ ഒരുപാട് നിക്ഷേപകരിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ തട്ടി എടുത്തതായാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അജി, അനീഷ്, വലിയ രീതിയിലുള്ള തട്ടിപ്പാണ് ഇയാൾ നടത്തിയത്. അപ്പോൾ പോലീസിന് ഈ തട്ടിപ്പ് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ ലഭിച്ചിരുന്നോ? ഇയാളെ കണ്ടുകിട്ടാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഉണ്ടോ? ആ തരത്തിലുള്ള ഏതെങ്കിലും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ടോ? ഇപ്പോൾ പ്രതിഷേധം മാത്രമാണ് റാണയ്ക്കെതിരെ. കാരണം വലിയ രീതിയിൽ നിക്ഷേപ തട്ടിപ്പ് നടത്തിയ വ്യക്തിയാണ് ഈ പ്രവീൺ റാണ. ഈ പ്രവീൺ റാണയ്ക്ക് ഉന്നത ബന്ധങ്ങൾ തൃശ്ശൂരിൽ തന്നെ ഉണ്ട്. അപ്പോൾ ആ തരത്തിൽ പോലീസിന്റെ ഒരു നിലപാട് എങ്ങനെയാണ്? അജി, തീർച്ചയായും ഇത്തരത്തിലുള്ള ആളുകൾക്ക് നമ്മൾ കണ്ടുവന്നിട്ടുള്ളത് ഉന്നത ബന്ധങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ്. അത്തരത്തിൽ പ്രവീൺ റാണയ്ക്കും ഉന്നതമായ ബന്ധങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളത് സ്വാഭാവികമാണ്. എന്തായാലും പോലീസ് പ്രവീൺ റാണയെ പിടികൂടാനുള്ള നീക്കം വളരെ ഊർജിതമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇതിന് ഫലമായാണ് കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ ഫ്ളാറ്റിൽ തൃശൂർ ഈസ്റ്റ് പോലീസ് സംഘം എത്തിയപ്പോഴേക്കും പ്രവീൺ റാണ ഈ തൊട്ട് മുൻപ് അവിടെ നിന്ന് കടന്നു കളഞ്ഞതും മറ്റും നമ്മൾ വാർത്തകളിൽ കണ്ടിരുന്നു. കേരള വിഷൻ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അതുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിരുന്നു. ഈ പ്രവീൺ റാണ വിദേശത്തേക്ക് കടക്കാതിരിക്കാനായി ലുക്കൌട്ട് നോട്ടീസ് അടക്കം ഇപ്പോൾ പോലീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പ്രവീൺ റാണ ആദ്യം ഇന്ത്യ വിട്ടു, കേരളം വിട്ടു എന്നുള്ള ഒരു വാർത്തയാണ് പുറത്തു വന്നത്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസത്തെ ഈ സംഭവങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാം പ്രവീൺ റാണ കേരളത്തിൽ തന്നെ ഉണ്ട് എന്നതാണ്. കൊച്ചിയിൽ നിന്ന് രക്ഷപ്പെട്ടതോടുകൂടി റാണ കേരളത്തിൽ എവിടെയോ ഉണ്ട് എന്ന് തന്നെയാണ് പോലീസിന്റെ നിഗമനം. ഇതനുസരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ഇതിനു മുന്നാണ് 2 ദിവസം മുൻപ് പ്രവീൺ റാണ ഉപയോഗിക്കുന്ന വില കൂടിയ ആഡംബര കാറുകൾ 4 എണ്ണം തൃശൂർ ഈസ്റ്റ് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിടുകയും ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായി. ഇത്തരത്തിൽ പ്രവീൺ റാണയെ തട്ടിപ്പ് തന്നെയാണ് തൃശ്ശൂരിൽ നടന്നിരിക്കുന്നത്. കാരണം ഈ റിസോർട്ട് തൻ്റെ റിസോർട്ടാണെന്ന് കബളിപ്പിച്ച് വിശ്വാസവഞ്ചന നടത്തിക്കൊണ്ടാണ് ഇയാൾ മറ്റ് ആളുകളിൽ നിന്ന് നിക്ഷേപം മേടിച്ചത്. പോലീസിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. കാരണം ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും സംശയങ്ങൾ ഒരുപാട് ചോദ്യങ്ങളും ഉയരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ നിക്ഷേപർ കബളിപ്പിക്കപ്പെടുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ റിസോർട്ടിൻ്റെ ഉടമകൾ എങ്ങനെയാണ് ഈ തട്ടിപ്പിന്റെ വിവരങ്ങൾ, യഥാർത്ഥ ഉടമകൾ പുറത്തറിഞ്ഞത് എപ്പോഴാണ്? ഈ വിവരം പുറത്തറിഞ്ഞത് ഇപ്പോൾ ഇത്തരത്തിൽ നിക്ഷേപകർ ഇയാൾക്കെതിരെ പരാതിയുമായി രംഗത്ത് വന്നപ്പോഴാണ്
ഈ ഹോട്ടൽ തന്റേതാണെന്ന് പറഞ്ഞ് നിക്ഷേപകരിൽ നിന്നും പണം സ്വീകരിച്ചതായി ഉടമകൾ പറയുന്നത്. അതേസമയം ഈ ഒരു വിഷയത്തിൽ ഒളരി സ്വദേശികളായ 4 ഹോട്ടൽ ഉടമകൾ പ്രതികരിക്കാൻ ഈ സമയം അവരും തയ്യാറായിട്ടില്ല. എന്തു തന്നെയായാലും പീച്ചി സ്വദേശിയായ ഒരു യുവതി 2 ലക്ഷം തനിക്ക് മാസം 2000 രൂപ പലിശ നൽകാമെന്ന് കാണിച്ച് 2 ലക്ഷം രൂപ നിക്ഷേപം സ്വീകരിക്കുകയും ആദ്യ കുറച്ച് മാസങ്ങളിൽ നിക്ഷേപത്തിന്റെ പലിശ കൃത്യമായി ലഭിക്കുകയും ചെയ്തു. പിന്നെ തുടർന്ന് ഈ മുതലോ പലിശയോ ലഭിക്കാതെ വന്നതോടെ പീച്ചി സ്വദേശിനിയായ യുവതിയാണ് ആദ്യമായി ഇയാൾക്കെതിരെ ഈസ്റ്റ് പോലീസിൽ പരാതി നൽകിയത്. ഈ പരാതി പ്രകാരം ഈസ്റ്റ് പോലീസ് ഇവരുടെ ആദം ബസാറിലുള്ള സേഫ് ആൻഡ് സ്ട്രോങ് ഓഫീസിലും അതുപോലെ മറ്റു ഓഫീസുകളിലും ഇയാളുടെ വീടുകളിലും ഉൾപ്പെടെ റെയ്ഡ് നടത്തിയ സംഭവം ഉണ്ടായി. ഈ വാർത്ത പുറത്തു വന്നതോടെയാണ് ജില്ലയിലെ വിവിധ സ്റ്റേഷൻ, അതായത് തൃശൂർ ഈസ്റ്റ്, വെസ്റ്റ്, അതുപോലെ കുന്നംകുളം ഉൾപ്പെടെയുള്ള സ്റ്റേഷനുകളിൽ 20ഓളം പരാതികൾ ആദ്യഘട്ടത്തിൽ ഇയാൾക്കെതിരെ ഇത്തരത്തിൽ തട്ടിപ്പ് നടന്നതായി കാണിച്ച് പരാതിപ്പെടുകയുണ്ടായി. അതിനുശേഷമാണ് പോലീസ് 20ഓളം കേസ് രജിസ്റ്റർ ചെയ്യുകയും റാണയ്ക്കെതിരെ അന്വേഷണം ഊർജിതമാക്കുകയും റാണയെ പിടികൂടുമെന്ന ഘട്ടം വന്നതോടെയാണ് റാണ തൃശ്ശൂരിൽ നിന്ന് മുങ്ങുകയും ഉണ്ടായത്. അജി, തൃശ്ശൂർ അരിമ്പൂരിൽ റിസോർട്ട് വാടകയ്ക്കെടുത്ത പ്രവീൺ റാണ, അയാൾക്കെതിരെ പ്രതിഷേധം രൂക്ഷമാവുകയാണ്. റിസോർട്ട് പൂട്ടിയിരിക്കുന്നു. കോൺഗ്രസ്സുകാർ അവിടേക്ക് മാർച്ച് നടത്തി. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു തൃശ്ശൂരിൽ നിന്ന് മനീഷ് ആന്റണി.